കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി നിധിയുടെ അനിയൻ്റെ കൂടെ വരെയാണ് വന്ന് പറയുന്നുണ്ട്, എന്നെ അവർ ചതിക്കുകയായിരുന്നു ചെയ്തത്, എന്നെ ചേട്ടത്തി വിളിച്ച് വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ചേട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും സുധീഷാണെങ്കിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ സുധീഷൻ എൻ്റെ കാര്യങ്ങളും ചോദിക്കുകയാണ്, എന്താണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ, എന്തായാലും വീട്ടിൽ പോയിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞ് ഒരു ടാക്സി ഏർപ്പാട് ചെയ്ത് ആ ജംഗ്ഷനിൽ നിന്നേ. അങ്ങനെ അവർ നിധിയെയും കൂട്ടി അനിയനെയും കൂട്ടി വീട്ടിലേക്ക് പോവുക. വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും നിധി ഉണ്ടായിരുന്നു. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഈ വീട്ടിൽ വരില്ലെന്ന് വിചാരിച്ചത് ഞാൻ, പക്ഷേ വന്നല്ലോ എന്ന് സുധീഷ് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ടാക്സിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീടെത്തുകയും അങ്ങനെ അവരിറങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറയും, നിങ്ങൾ നടന്നോ, ഞാൻ ഡ്രൈവറായിട്ട് ഓട്ടത്തിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടാക്സിയിലെ വാടകയ്ക്ക് പൈസയും കൊടുത്തിട്ട് വരികയാണ്. വന്നപ്പോഴത്തേക്ക് ഭാസ്കരൻ അവിടെ ഇരിപ്പുണ്ട്. ഭാസ്കരൻ ചോദിക്കുകയാണ്, ആ മോള് എൻ്റെ മരുമോളാണോ? മരുമോള് വന്നല്ലോ, സുഖം തന്നെ വീട്ടിലെല്ലാവർക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ആ സുഖമാണെന്ന് പറയുന്നുണ്ട് നിധി. അപ്പോഴത്തേക്കും ചോദിക്കുന്നത്, ഞാൻ അന്വേഷിച്ചെന്ന് അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞോ? അപ്പോൾ നിധി പറഞ്ഞെന്ന് പറയുകയാണ്. അങ്ങനെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും സുധീഷ് പറഞ്ഞു, ആ മതി വാ പോ, അകത്തോട്ട് കയറെന്ന് പറയുന്നുണ്ട്. നീ ആരാടാ എന്നോട് മരുമോടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അകത്തോട്ട് പോകാൻ പറയാൻ? അവൾ ഞാനായിട്ട് സംസാരിച്ച് നിനക്ക് കുഴപ്പമെന്തെന്നാ? മോളെ, ഇനി ഒരു ദിവസം അവരെല്ലായിടത്തും ഇങ്ങോട്ട് വരാൻ പറയണം, അല്ല നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും സുധീഷ് പറഞ്ഞ്, ആ നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയുന്നുണ്ട്, ആ മോൾ അകത്തോട്ട് വയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്ത് പോയിരുന്നപ്പോഴത്തേക്കും സുഭാഷ് ചോദിക്കുകയാണ്, എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത്? അത് എന്നെ അവിടെ നിന്ന് വിളിച്ച് വരുത്തിയത് എന്നെ അവിടെ നിന്ന് പുറത്ത് വിടാതിരിക്കാൻ വേണ്ടിയാ. ഇനി ഇവിടെ ഈ വീട്ടിൽ വരണ്ട എന്ന് ഉദ്ദേശിച്ചാൽ അവരെല്ലാം ചെയ്തത്. എൻ്റെ സർട്ടിഫിക്കറ്റ് തരാനല്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്നിട്ടോ എൻ്റെ ആ സർട്ടിഫിക്കറ്റ് എല്ലാം കത്തിച്ച് കളഞ്ഞു അച്ഛൻ. ഇത്രയും ക്രൂരത കാണിക്കുമായിരുന്നോ ആരെങ്കിലും? അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നു, ആ പുറത്തിരിക്കുന്ന ഈ അച്ഛൻ പോലും ഇങ്ങനെ ചെയ്യില്ല, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നാൽ നിധി കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ആശ്വസിപ്പിക്കുകയാണ് എല്ലാവരും കൂടി. അങ്ങനെ നിധി അകത്തോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും വീണ്ടും നിധി കിടക്കുകയായിരുന്നു. സുധീഷ് അകത്തേറി പോവുകയും സുധീഷ് പറയുകയാണ്, എന്തായാലും വിഷമിക്കേണ്ട കാര്യമില്ല, സർട്ടിഫിക്കറ്റ് പോയെന്ന് പറഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ജോലിയുടെ കാര്യത്തിലൊന്നും കൊണ്ട് ആലോചിക്കണ്ട, എല്ലാം ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇനി എങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടാൻ? എനിക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ടല്ലേ, എങ്ങനെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു ജോലി ഞാൻ നോക്കിത്തരാം എന്നും പറയുന്നുണ്ട്. അതാ താൻ പഠിച്ചതിൽ തന്നെ ഞാൻ നോക്കിത്തരും എന്ന് ഉറപ്പ് നൽകുന്നുണ്ട് സുധീഷ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്നപ്പോഴത്തേക്ക് വീണ്ടും പറയുന്നുണ്ട്, ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ, എന്നാലും സ്വന്തം അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ ആർക്കെങ്കിലും എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. നിധിയുടെ ഫോണിലോട്ട് നിധിയുടെ ചേട്ടത്തി മെസ്സേജ് അയക്കുകയാണ് സാന്ദ്ര. എന്തെന്ന് വെച്ചാൽ, ഇതുപോലെയൊന്നും ഞാൻ വിചാരിച്ചതല്ല, നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു അവർ ഈ നശിപ്പിച്ച് കളഞ്ഞത്, അതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്, എല്ലാത്തിനും സോറി എന്ന് പറയുന്നുണ്ട് സാന്ദ്ര. അങ്ങനെ മെസ്സേജ് കേട്ടിട്ട് അങ്ങനെ പുറത്തിരിക്കുകയാണ് നിധി. അപ്പോഴത്തേക്കും വരുന്നുണ്ട് സുധീഷിൻ്റെ മാമിയുടെ മോള് വരുന്നുണ്ട്. വന്നപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണമല്ലോ, എന്താ കാര്യം? അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ചേട്ടനെ എനിക്കിഷ്ടമാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, നടക്കുമെന്നും തോന്നില്ല, എന്നാലും വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തന്നെ എനിക്കിഷ്ടമാണ്. ഈ വീട്ടിലെ ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഒരു പെണ്ണ് വന്നില്ലേ, അതിൻ്റെ ദോഷം മാറ്റിയെടുത്തത് ഇയാളല്ലേ, അതുകൊണ്ട് ഇയാളെ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫ്രണ്ട്സായിരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രണയത്തിലായതെന്നും ചോദിക്കുന്നുണ്ട്. ആ പ്രണയത്തിലായെങ്കിലും എന്താ, എല്ലാവരും മാറ്റം കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യം എന്ന് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ നിധി കിടന്ന് ഉറങ്ങുകയും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. അങ്ങനെ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് ആദ്യം നോക്കിയപ്പം എല്ലാവരും ഒരു അനക്കവും ഇല്ല. അങ്ങനെ സുഭാഷ് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക.
എന്താ അവർ ഇത്രയും നേരിട്ട് എഴുന്നേറ്റില്ലല്ലോ, ഞാൻ ഇനി നോക്കട്ടെ അവർ എഴുന്നേൽക്കാൻ പറ്റുമോയെന്ന്. അങ്ങനെ പോയി ഒരു പാത്രം സ്പൂൺ എടുത്തുകൊണ്ട് വന്ന് അവർ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ അവരവരുടെ തുണികളും പായൊക്കെ എടുത്തിട്ട് പോകണം എന്നും പറയുന്നുണ്ട് നിധി. അങ്ങനെ സുധീഷാണെങ്കിൽ മടിച്ച് നിൽക്കുക പോവാൻ വേണ്ടി. എന്നാലും സുധീഷിനെ കൊണ്ട് എൻ്റെ പായ ഇടിപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് നിധിയാണെങ്കിൽ ചായ കുടിക്കുക.